ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ. 1986 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാവുകയും EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലവിൽ വരികയും കേന്ദ്ര സർക്കാർ, കോൺഗ്രസ് സർക്കാർ, ഇടതുപക്ഷ സർക്കാരിനെ പിരിച്ചുവിടുകയും 14-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പും 15-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പും തുടർച്ചയായി വിജയിച്ച് 10 വർഷത്തെ LDF ഭരണം കേരള സംസ്ഥാനത്തിൻ്റെ പേര് BJP NDA കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളം എന്ന നാമകരണത്തിലാക്കുകയും കേരളത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണ പഞ്ചായത്തുകൾ UDF പിടിച്ചെടുക്കുകയും കേരളത്തിലെ 16-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് മുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ച ഇടതുപക്ഷ സർക്കാർ, ദുരന്തബാധിത സമയങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ, കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന VS അച്യുതാനന്ദൻ്റെ വിടവ് നികത്തി ഇടതുപക്ഷത്തിൻ്റെ തുടർച്ചയായ 3ാമത്തെ വിജയം നേടുവാൻ കഴിയുമോ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണത്തിനു ശേഷം തുടർച്ചയായ 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൻ്റെ പോരായ്മകൾ പ്രതിപക്ഷ നേതാവായ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ടീം UDFനെ ജനങ്ങളിലെത്തിച്ച് ഭരണമാറ്റം നൽകുവാൻ കഴിയുമോ? ഗുജറാത്ത് മുഖ്യമന്ത്രിയായി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായി, ലോകരാജ്യങ്ങളിലെ മികച്ച നേതാവായി, ലോകത്തിൻ്റെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുടെ നരേന്ദ്ര മോദിയുടെ ഭരണത്തിൻ്റെ കേരളത്തിലെ BJPയുടെ NDAയുടെ സർക്കാരിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി മോദി എത്തുകയും പാർലമെൻറ്റിലേക്ക് തൃശ്ശൂരിൽ നിന്നും ഒരു MPയെ ആദ്യമായി സുരേഷ് ഗോപി മന്ത്രിയാവുകയും തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായി BJPയുടെ NDAയുടെ ഭരണത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മത്സര രംഗത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏപ്രിൽ 4-ാം തീയതി കേരളത്തിൽ വീണ്ടും എത്തുന്നു. ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന വിധിയെഴുത്ത്, മെയ് 4-ാം തീയതിയുടെ റിസൾട്ടും. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കൂ.